സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ 37 ദിവസമായി തുടരുന്ന LPST റാങ്ക് ഹോൾഡർമാരുടെ കനത്ത പ്രതിഷേധത്തിനൊടുവിൽ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടുന്നു. സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുമായി നേരിട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറാണെന്നറിയിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഔദ്യോഗികമായി കത്ത് നൽകിയിരുന്നു. സെക്രട്ടേറിയറ്റിലെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച നടക്കുന്നത്. ഓൾ കേരള LP സ്കൂൾ ടീച്ചർ PSC റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനെ പ്രതിനിധീകരിച്ച് 3 അംഗ സമിതി ചർച്ചയിൽ പങ്കെടുക്കും. കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന സമരസമിതി നേതാക്കളുടെ നിലവിലെ അവസ്ഥയും പ്രതിഷേധക്കാരുടെ ശക്തമായ നിലപാടുമാണ് ഒടുവിൽ സർക്കാരിനെ ഒത്തുതീർപ്പ് ചർച്ചകളിലേക്ക് നയിച്ചത്. കഴിഞ്ഞ വർഷം മെയ് 31-നാണ് LP സ്കൂൾ അധ്യാപകരുടെ റാങ്ക് ലിസ്റ്റ് PSC പ്രസിദ്ധീകരിച്ചത്. എന്നാൽ ലിസ്റ്റ് വന്ന് 1 വർഷം പിന്നിടുമ്പോഴും നിയമനം അനിശ്ചിതത്വത്തിലെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു. അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കണമെന്നുമാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. ഡിവിഷൻ ഹാൾ നേരിടുന്ന അധ്യാപകരെ പ്രധാനാധ്യാപക ഒഴിവുകളിലേക്ക് പുനർവിന്യസിച്ച് വിരമിക്കൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് നിയമനം അടിയന്തരമായി നടപ്പിലാക്കണമെന്നും ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുമായി ഇന്ന് നടക്കുന്ന ഈ ഉന്നതതല ചർച്ചയിൽ തങ്ങളുടെ ജീവൻ മരണ പോരാട്ടത്തിന് അനുകൂലമായ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ നിന്ന് എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലാർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ,